നമ്മൾ വിചാരിക്കുന്ന പലതും നമുക്ക് അസാധ്യമായിരിക്കാം. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് അസാധ്യമായിരിക്കാം. നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ഹല്ലേലൂയ എല്ലാ ചിന്തകളെയും ക്രിസ്തുവിനോട് അനുരൂപമാക്കാൻ നമുക്ക് പ്രയാസമായിരിക്കാം. പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, സകലതും ദൈവത്താൽ സാധ്യമാണ്. നമ്മുടെ ചിന്തകള് കർത്താവിന് ഇഷ്ടമുള്ളതാക്കി മാറട്ടെ. പാപത്തിൻ്റെ എല്ലാ ചിന്തകളും ഞങ്ങളിൽ നിന്ന് മാറട്ടെ കർത്താവേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ സ്പെസിഫിക് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്പിരിറ്റാണ്. The Spirit of God need to be there to guide us what exactly the things need to be done. And the Hebrew word for peace is shalom, and shalom means completeness, soundness, welfare, wholeness. So under peace we have three things: peace with God, peace with man, and peace in church. Eschatology, it's a Greek word from the word called eschathos. It means last or final, and it refers to a branch of theology that explores the end times. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകം 3 C ആണ്. 1 ക്രൈസ്റ്റ്, 2 ക്രോസ്, 3 ചർച്ച്. 1 ക്രിസ്തു, 2 കുരിശ്, 3 സഭ. നിനക്ക് ചെയ്യാനുള്ള പ്രാപ്തി ദൈവം തരുമ്പോൾ ആ പ്രാപ്തിക്ക് ഒത്തവണ്ണം നീ ചെയ്യുക. നിന്നെക്കൊണ്ട് മൺകലത്തിൽ വെള്ളം നിറയ്ക്കാൻ പറ്റും, പക്ഷെ നിന്നെക്കൊണ്ട് അത് വീഞ്ഞാക്കാൻ പറ്റില്ല. നീ അത് വെള്ളം നിറച്ചാൽ കർത്താവ് അത് വീഞ്ഞാക്കും. So blessing you with a lot than what you actually require is the habit of Jesus. So it is a habit of Jesus to bless you with whatever than you require. So he fed 5,000 people. We already on a budget. He could have just fed 5,000 people. ബാക്കിയുള്ള ഫുഡിൻ്റെ ആവശ്യമില്ല അവിടെ. But here it says in John 2 again, fill it up to the brim. So I personally believe that it was Jesus who asked them to fill all the 6 water pots to the brim. അവനവൻ്റെ എബിലിറ്റിക്ക് ഒത്തവണ്ണം എത്ര ഭാരം എടുക്കാൻ പറ്റും, എത്ര കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള അറിഞ്ഞ ആ അളവിൽ എനിക്ക് തന്നതിൽ വിശ്വസ്തത കാണിക്കാനായിട്ട്